കാർഷിക വാർത്തകൾ. ഏലത്തിൻ്റെ വില ഉയരുന്നു. ശക്തമായ വാങ്ങിക്കൂട്ടലാണ് വില വർധനയ്ക്ക് കാരണം. കൊക്കോയ്ക്കും കുരുമുളകിനും വില വർദ്ധിച്ചപ്പോൾ റബ്ബർ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ടയർ കമ്പനികൾ റബ്ബർ വില ഇടിച്ചു. കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്തംഭിച്ച റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിച്ച ഘട്ടത്തിൽ തന്നെ ടയർ ലോബി ഗ്രേഡ് ഷീറ്റ് വില ക്വിന്റലിന് 300 രൂപ കുറച്ച് 19,500 രൂപയാക്കി. ഒട്ടുപാൽ, ലാറ്റക്സ് വിലകളിൽ മാറ്റമില്ല. കാലാവസ്ഥാ മാറ്റം കണ്ട് ചരക്ക് വിറ്റുമാറാൻ തെക്കൻ ജില്ലകളിലെ ഉൽപ്പാദകരും സ്റ്റോക്കിസ്റ്റുകളും രംഗത്തിറങ്ങിയതും സമ്മർദ്ദത്തിന് ഇടയാക്കി. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഷീറ്റ് വില സ്റ്റഡി. പ്രാദേശിക അവധി മൂലം കയറ്റുമതി വിപണിയായ ബാങ്കോക്ക് ഇന്ന് പ്രവർത്തിച്ചില്ല. ഏലക്ക ലേലത്തിനെത്തിയ ചരക്ക് കയറ്റുമതിക്കാരും ആഭ്യന്തര ഇടപാടുകാരും ചേർന്ന് പൂർണ്ണമായി വാങ്ങിക്കൂട്ടി. ശക്തമായ വാങ്ങൽ താൽപര്യം ഇടപാടുകളുടെ തുടക്കം മുതൽ തന്നെ ദൃശ്യമായി. ലേലത്തിനെത്തിയ 12,616 കിലോഗ്രാം ഏലക്കയും വാങ്ങലുകാർ സംഭരിച്ചതോടെ ശരാശരി ഇനങ്ങൾ കിലോ 3,032 രൂപയായും മികച്ച ഇനങ്ങൾ 3,350 രൂപയായും കയറി. കൊക്കോ അടുത്ത സീസണിലെ ആദ്യ വിളവ് ചുരുങ്ങുമെന്ന വിവരം വിലക്കയറ്റത്തിന് വഴിതെളിച്ചു. വാരാരംഭത്തിലെ ശക്തമായ മഴയിൽ ഇടുക്കിയിലെയും മറ്റു പല ഭാഗങ്ങളിലെയും കൊക്കോ തോട്ടങ്ങളിൽ പൂക്കൾ അടർന്നു വീണത് ഉൽപ്പാദകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. ഫെബ്രുവരി മാർച്ചിലെ വിളവെടുപ്പിൽ ലഭ്യത കുറയുമെന്ന് മനസ്സിലാക്കി ചോക്ലേറ്റ് നിർമ്മാതാക്കൾ വില ഉയർത്തി കൊക്കോ വാങ്ങാൻ മത്സരിച്ചതോടെ ഹൈറേഞ്ചിൽ കിലോ 700-710 രൂപയായി ഉയർന്നു. മധ്യകേരളത്തിൽ കിലോ 695 രൂപയിലാണ്. സംസ്ഥാനത്ത് മാത്രമല്ല, കർണാടകയിലെ ചില ഭാഗങ്ങളിലും മഴ മൂലം അടുത്ത സീസണിൽ ഉൽപ്പാദനത്തിൽ കുറവ് സംഭവിക്കുമെന്നാണ് സൂചന. ഉത്തരേന്ത്യൻ വ്യാപാരികൾ കുരുമുളക് വാങ്ങാൻ ഉത്സാഹിച്ചതോടെ ഉൽപ്പന്നവില വീണ്ടും വർദ്ധിച്ചു. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളകിന് 200 രൂപ ഉയർന്ന് 66,000 രൂപയായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നാളികേര വികസന ബോർഡിന്റെ ഹലോ നാരിയിൽ കോൾ സെന്റർ പ്രവർത്തനം തുടങ്ങി. നാളികേരത്തിന്റെ വിളവെടുപ്പിനും പരിചരണത്തിനും കോൾ സെന്റർ സേവനം ഉപയോഗപ്പെടുത്താനാകും. നാളികേരത്തിന്റെ വിളവെടുപ്പിനും പരിചരണത്തിനും കേര കർഷകർക്ക് കോൾ സെന്ററിലേക്ക് വിളിക്കാം. തെങ്ങിന്റെ ചങ്ങാതിമാർ എന്നറിയപ്പെടുന്ന തൊഴിലാളികളുടെ സേവനം കോൾ സെന്റർ വഴി ലഭ്യമാകും. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് കോൾ സെന്റർ പ്രവർത്തനം. 944717599 നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സാപ്പ് സന്ദേശം അയക്കുകയോ ചെയ്യാം. ഇതുവരെ 985 ചങ്ങാതിമാരാണ് ഹലോ നാരിയൽ കോൾ സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓരോ ജില്ലയിലെയും ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തലത്തിലാണ് ചങ്ങാതിമാരുടെ സേവനം ലഭ്യമാകുന്നത്. തെങ്ങിൽ നിന്നുള്ള വിളവെടുപ്പ്, തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കൽ, മരുന്ന് തളിക്കൽ, രോഗകീട നിയന്ത്രണം, കൃത്രിമ പരാഗണം തുടങ്ങിയ സേവനങ്ങൾ ഈ പദ്ധതിയിലൂടെ കേര കർഷകർക്ക് പ്രയോജനപ്പെടുത്താം. കർമ്മനിരതരായി സേവനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള തെങ്ങ് കയറ്റക്കാർക്കും തെങ്ങിന്റെ ചങ്ങാതിമാർക്കും കോൾ സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യാമെന്നും നാളികേര വികസന ബോർഡ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. റബ്ബർ വ്യവസായികളുടെ ആഗോള സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്നും നാളെയുമായി നടക്കുന്ന സമ്മേളനത്തിൽ വികസനവും വെല്ലുവിളികളും ചർച്ചയാകും. ലണ്ടനിലെ ഇന്റർനാഷണൽ റബ്ബർ കോൺഫറൻസ് ഓർഗനൈസേഷന്റെ സഹകരണത്തോടെ ഇന്ത്യൻ റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഇന്നു മുതൽ 7-ാം തീയതി വരെ മെറിഡിയനിൽ വെച്ചാണ് റബ്ബർ കോൺ 2024 സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും കൂടാതെ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, പോളണ്ട്, UK, USA, കാനഡ, ബെൽജിയം, നെതർലാൻഡ്സ്, ചൈന, ശ്രീലങ്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ, തായ്വാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുക്കും. റബ്ബർ വ്യവസായത്തിലെ സുസ്ഥിര വികസനവും വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് കോൺക്ലേവ് നടക്കുക. വ്യവസായ പ്രമുഖർക്കും ഗവേഷകർക്കും നയരൂപകർത്താക്കൾക്കും റബ്ബർ മേഖലയിലെ സുസ്ഥിരമായ പ്രവർത്തനങ്ങളും സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു വേദിയൊരുക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള അരി സംഭരണം അവസാനിച്ചു. ഇരു സംസ്ഥാനങ്ങളിലും 7% ഇടിവ് രേഖപ്പെടുത്തി. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സെൻട്രൽ പൂൾ സ്റ്റോക്കിലേക്ക് ഭൂരിഭാഗവും സംഭാവന ചെയ്യുന്നത് പഞ്ചാബും ഹരിയാനയുമാണ്. ഇത്തവണ ഇരു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അരി സംഭരണത്തിൽ 7.4% ഇടിവ് രേഖപ്പെടുത്തി. 151.52 ലക്ഷം ടണ്ണാണ് ഇത്തവണ സംഭരിച്ചത്. 2023 ഇത് 163.63 ലക്ഷം ടണ്ണായിരുന്നു. ബമ്പർ വിളവെടുപ്പിനിടയിൽ ഈ വർഷം 164 ലിറ്റർ വാങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇതുവരെ സംഭരണം നീട്ടിയിട്ടില്ല. പഞ്ചാബിലെ അരി സംഭരണം നവംബർ 30 വരെ 115.53 ലക്ഷം ടണ്ണായിരുന്നു. കഴിഞ്ഞ വർഷത്തെ 124.14 ലക്ഷം ടണ്ണിൽ നിന്നും 6.9% കുറഞ്ഞു.
നവംബർ 15 സംഭരണം അവസാനിച്ച ഹരിയാനയിൽ സർക്കാർ 35.99 ലക്ഷം ടൺ വാങ്ങി. കഴിഞ്ഞ വർഷത്തെ 39.49 ലക്ഷം ടണ്ണിൽ നിന്ന് 8.9% കുറവാണ്. സെപ്റ്റംബർ 27 ഹരിയാനയിൽ സംഭരണം ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നൂലുകളുടെ ആഗോള ഉപഭോഗത്തിൽ പരുത്തിയുടെ വിഹിതം കുറയുന്നു. സിന്തറ്റിക് സെല്ലുലോസിക് നൂലുകളുടെ ഉപയോഗം വർദ്ധിച്ചതാണ് കാരണം. സിന്തറ്റിക് സെല്ലുലോസിക് നൂലുകളുടെ ഉൽപാദനവും ഉപഭോഗവും വർദ്ധിക്കുകയാണ്. ആഗോളതലത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ഇത് വർദ്ധിക്കുന്നതായാണ് വ്യാപാരികളും വ്യവസായ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഇത് പരുത്തിയുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കുന്നതായാണ് റിപ്പോർട്ട്. ഇന്ത്യൻ ഫാഷൻ വ്യവസായവും ഭൂരിഭാഗം ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളിലും മൾട്ടി ഫൈബർ ഉപയോഗിക്കുന്ന ആഗോള പ്രവണത സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഫാഷൻ മേഖലയിൽ ഉയർന്ന നിലവാരത്തിലും ചില്ലറ വിൽപ്പനയിലും ഇത്തരം നൂലുകളുടെ കടന്നുകയറ്റം വർദ്ധിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 198, RSS 5 196, ലാറ്റക്സ് 126, ജാതിക്ക 370, ജാതിപത്രി 2000 മുതൽ 2100 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 200, കാപ്പിക്കുരു 230, കൊക്കോ പരിപ്പ് 650, കുരുമുളക് ഗാർബിൾഡ് 66000, കുരുമുളക് അൺഗാർബിൾഡ് 63000, ഏലക്ക 2800 മുതൽ 2950 വരെ, വെളിച്ചെണ്ണ 21100, കൊപ്ര 15880, ചുക്ക് 32500.